നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സമഗ്രമായ ഒരു വാർത്താരംഭമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പ്രധാനമന്ത്രിയുണ്ട്, രണ്ടിടത്ത് പൊതുപരിപാടികളുണ്ട്. അതടക്കം രാഹുൽ ഗാന്ധിയും ഇന്ന് മണ്ഡലത്തിലെത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ദേശീയ നേതാക്കളെല്ലാം ഇന്ന് കേരളത്തിൽ, പ്രമുഖ ദേശീയ നേതാക്കളെല്ലാം ഇന്ന് കേരളത്തിലെത്തി വോട്ടുറപ്പിക്കാനുള്ള തിടുക്കത്തിലാണ്. അതടക്കമുള്ള നിരവധി വാർത്തകളുണ്ട്. പ്രധാന വാർത്തകൾ ആദ്യം. വോട്ടുറപ്പിക്കാൻ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. ഇന്ന് ആലത്തൂരും ആറ്റിങ്ങലും പൊതുസമ്മേളനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദി എത്തുന്നത് രണ്ടാം തവണ. തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ നടി ശോഭന പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും കേരളത്തിൽ. വയനാട്ടിൽ റോഡ് ഷോ, കോഴിക്കോട് UDF മഹാറാലി, പുൽപ്പള്ളിയിൽ കർഷക സംഗമം, മാനന്തവാടിയിൽ ബിഷപ്പുമാരുമായും കൂടിക്കാഴ്ച. ഇടത് നേതാക്കളും കേരളത്തിൽ. മാസപ്പടി കേസിൽ CMRL MDയും EDക്ക് മുന്നിലേക്ക്. ശശിധരൻ കർത്ത ഇന്ന് ഹാജരാകും. മൊഴിയെടുപ്പ് എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ. ഉദ്യോഗസ്ഥരോടും ഹാജരാകാൻ നിർദ്ദേശം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഹർജി അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കെജ്രിവാളിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. കെ കവിതയുടെ CBI കസ്റ്റഡിയും ഇന്ന് കഴിയും. ഒമാനിൽ കനത്ത മഴയിൽ 12 മരണം. മരിച്ചവരിൽ പത്തനംതിട്ട സ്വദേശിയും. വെള്ളപ്പൊക്കത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ. മസ്കറ്റിലും ഷർഖിയിലും കനത്ത നാശം. ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്ത് G7 രാജ്യങ്ങൾ. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ കൂട്ടായ നടപടികൾ തുടരുമെന്ന് ജോ ബൈഡൻ. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനത്തിനായി ചർച്ച തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി S ജയശങ്കർ സംസാരിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള സൗദി കോടതിയിലെ നടപടികൾ ഇന്ന് ആരംഭിക്കും. ദയാധനം എംബസിക്ക് കൈമാറും. നിയമസഹായ കമ്മിറ്റി ഇന്ന് ബാങ്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തും. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കെട്ടിയ വടത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് വടുതല സ്വദേശി മനോജ് ഉണ്ണി. കൈ കാണിച്ചിട്ടും നിർത്തിയില്ലെന്ന് പോലീസ്. ഇടുക്കി കുമളിയിൽ വാഹനാപകടത്തിൽ 2 മരണം. വണ്ടിപ്പെരിയാർ സ്വദേശികൾ. മരിച്ചത് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ. രാവിലെ 11 മണിക്ക് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് മോദിയുടെ പ്രചാരണ പരിപാടികൾ. തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും കുന്നംകുളത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 2ാം തവണയാണ് മോദി സംസ്ഥാനത്ത് എത്തുന്നത്. അതേസമയം 2ാം ഘട്ട പ്രചരണത്തിനായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ 6 പരിപാടികളാണ് ഇന്നുള്ളത്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന രാഹുൽ പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തെയും അഭിസംബോധന ചെയ്യും. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന UDF റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നമുക്ക് ആദ്യം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലേക്ക് പോകാം. കുന്നംകുളത്ത് നിന്നും S വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, എത്ര മണിക്കാണ് മോദി കുന്നംകുളത്ത് എത്തുക? അദ്ദേഹത്തിന്റെ സമയക്രമം എങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു? പൊതുപരിപാടി എപ്പോൾ തുടങ്ങും?
അശ്വതി, പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശൂർ ജില്ലയിലെത്തുകയാണ്. ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. അല്പസമയത്തിനകം, അതായത് 10:30 ഇവിടെയുള്ള കുന്നംകുളം ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം പറന്നിറങ്ങും. അതിനുശേഷം 11 മണിയോടുകൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തൃശൂരിൽ അദ്ദേഹം ഏറ്റവും വലിയ വനിതകളുടെ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ആദ്യം പങ്കെടുത്തത്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുത്തു. പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂർ ജില്ലയിൽ വീണ്ടും എത്തുന്നത്. നമുക്കറിയാം, അതിന് തൊട്ടു മുമ്പ് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പാലക്കാട് ജില്ലയിൽ, തൊട്ടടുത്തുള്ള ജില്ലയിൽ എത്തി എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം അവിടെ റോഡ് ഷോയിലും മറ്റും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ റോഡ് ഷോ ഒന്നുമില്ല, ഇവിടെ പൊതുസമ്മേളനം മാത്രമാണ്. അദ്ദേഹം സംസാരിക്കും, വളരെ വിശദമായി തന്നെ സംസാരിക്കും. 3 സ്ഥാനാർത്ഥികൾ, അതായത് ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഈ മണ്ഡലവുമായി അതിരിടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തുക. പ്രധാനമായും ആലത്തൂർ, ഇത് ശരിക്കും ഈ പരിപാടി നടക്കുന്ന ഇത് ആലത്തൂർ മണ്ഡലത്തിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഡോക്ടർ TN സരസുവാണ് NDA സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയുണ്ട്. തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തുടങ്ങിയവരുടെ ഒപ്പമാണ് നരേന്ദ്രമോദി ഇവിടെ വേദിയിൽ പരിപാടികൾ പങ്കെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്കറിയാം, വലിയ ആവേശം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വരവിനെയും കേരളത്തിൽ ഉണ്ടാവുന്നത്. അതനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി പോകുന്ന, അതായത് ഈ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കും മറ്റും പോകുന്ന വാഹന ഗതാഗതമെല്ലാം തന്നെ മറ്റു പല വഴിക്ക് തിരിച്ചുവിട്ടിട്ട് ഗതാഗത പരിഷ്കരണം നടത്തിയ ശേഷം ആളുകളെ തന്നെ പരിശോധിച്ച ശേഷം വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ ഇവിടെ കൃത്യമായി പരിശോധന നടത്തിയ ശേഷമാണ് വാഹനങ്ങളും ഒപ്പം തന്നെ ആളുകളെയും ഈ പരിസരത്തേക്ക് കടത്തിവിടുന്നത്. വിനേഷ്, നമുക്ക് ഇപ്പോൾ വിനേഷ് നിൽക്കുന്ന ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗമാണല്ലോ എത്തുന്നത്. ഇത്രയും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഈ റോഡ് ഷോയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രധാനമന്ത്രിയെ കാണുമ്പോൾ, പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ റോഡിന് ഇരുവശത്തുമൊക്കെ ആളുകൾ തടിച്ചുകൂടുന്നത് പതിവാണല്ലോ. അത്തരത്തിൽ അങ്ങനെ ആളുകൾ വരികയാണെങ്കിൽ മോദി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ റോഡ് ഷോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അശ്വതി, ഔദ്യോഗികമായ ഒരു റോഡ് ഷോ ഒന്നും ഇല്ല. അങ്ങനെ അവരുടെ ഷെഡ്യൂളിൽ അങ്ങനെ റോഡ് ഷോ ഇല്ല. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം, കാരണം ഈ ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം അരമണിക്കൂറിലധികം സമയം വേണ്ടതുണ്ട്. 15 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയിൽ സമയം വേണ്ടതുണ്ട്. കാരണം 10:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇവിടെ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഒരുപക്ഷെ അദ്ദേഹം വരുമ്പോൾ തുറന്ന വാഹനത്തിൽ എന്തെങ്കിലും കയറാൻ സാധ്യത ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നിലവിൽ ഔദ്യോഗികമായി റോഡ് ഷോ ഇല്ല. കാരണം ഈ പൊതുസമ്മേളനത്തിൽ മാത്രമാണ് അദ്ദേഹം സംസാരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിൽ പ്രധാനമായും അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരുപക്ഷെ വലിയ ആൾക്കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങാനുള്ളൊരു സാധ്യതയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അദ്ദേഹം വന്ന പരിപാടികളിലൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് അറിയാം. എന്തായാലും പോലീസ് ഇവിടെ സ്ഥലത്തുണ്ട്. ആ ശ്രീകൃഷ്ണ കോളേജ് മുതൽ ഇവിടം വരെ, അതായത് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ എത്തുന്ന ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് മുതൽ ഇവിടെ പരിപാടി നടക്കുന്ന കുന്നംകുളത്തുള്ള ഈ മൈതാനം വരെ നീണ്ടുകിടക്കുന്ന പോലീസ്, 2 ഭാഗത്തും പോലീസ് കൃത്യമായി തന്നെ ഇവിടേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള 2 റോഡുകളിലും ആളുകൾ കടന്നു വരികയും വാഹനങ്ങൾ പോവുകയും ചെയ്യുന്ന റോഡുകളിൽ വളരെ കൃത്യമായ പരിശോധനകൾ നടത്തുകയും അവരുടെ കൃത്യമായി തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ള ID കാർഡും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. എന്തായാലും മോദിയെ കാണാൻ വേണ്ടി രാവിലെ 9 മണിയോടുകൂടി തന്നെ, 9 മണിക്ക് മുമ്പ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കൊരു 8:30 തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ പന്തലിലേക്ക്, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പന്തലിലേക്കാണ് പ്രധാനമായും, ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഇവിടേക്ക് 8:30 തന്നെ ആളുകൾ കടന്നു വരുന്നുണ്ട്. 10 മണിക്ക് മുമ്പായി തന്നെ എല്ലാവരും പരമാവധി ഇതിനകത്ത് കയറിയിരിക്കണം, പരിശോധനകൾ പൂർത്തിയാക്കി ഇതിനകത്ത് കയറിയിരിക്കണം എന്ന് കൃത്യമായി തന്നെ സുരക്ഷാ
സുരക്ഷാ സംവിധാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുടെ നിർദ്ദേശമുണ്ട്. പോലീസും ഒപ്പം തന്നെ SPGയും ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി തന്നെയാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെയുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും മോദി കൃത്യം 10:30 തന്നെ ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജിൽ ഇറങ്ങും. അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുക. അത് തുറന്ന വാഹനത്തിലോ അത്തരത്തിലൊരു റോഡ് ഷോ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അങ്ങനെ ഒരു തുറന്ന വാഹനത്തിൽ അദ്ദേഹം കയറി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാണ്. അതാണ് വിനേഷിന്റെ പുറകിലായി തന്നെയൊക്കെ ആളുകൾ, നിരവധി പേർ, സ്ത്രീകളടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ തവണയും മോദി എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അതാണ്. മോദി ഒന്ന് കാണാനായി എത്തുന്ന വീട്ടമ്മമാരടക്കമുള്ള നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ഈ വേദിയിൽ ഇത്തവണ ഈ കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഉപഭോക്താക്കൾ അവർ പ്രധാനമന്ത്രിയുമായി വേദി പങ്കിടുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉറ്റുനോക്കുന്ന കാര്യം BJP പ്രകടന പത്രിക ഇന്നലെയാണ് പുറത്തിറക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയുള്ള ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നരേന്ദ്രമോദി, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി നരേന്ദ്രമോദി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. കാരണം ഇവിടെ തൃശ്ശൂർ വലിയൊരു സാധ്യത, തൃശ്ശൂരും അതുപോലെ തന്നെ സമീപ ജില്ലയായ പാലക്കാടും BJPക്ക് വിദൂര ഭാവിയിലാണെങ്കിൽ പോലും വലിയ സാധ്യതയുണ്ടെന്ന് BJP വിലയിരുത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളും, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ BJPയുടെ പ്രകടന പത്രികയ്ക്ക് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായി അത് അത്രത്തോളം ആരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലൊരു സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. കാരണം കേരളത്തിലേക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം തന്നെ BJPക്ക് പരുവമായ രീതിയിലേക്ക് ഇവിടുത്തെ മണ്ണ് മാറും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തുടർച്ചയായുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ. നമുക്കറിയാം, ഇത് ഈ 2-3 മാസത്തിനിടയിൽ നിരവധി തവണയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ടുള്ളത്. അത് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അണികളും അതുപോലെ തന്നെ നേതാക്കളും എല്ലാം തന്നെ ഏറ്റെടുത്തത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ഊർജം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം. എന്തായാലും സുരേഷ് ഗോപിയും തൃശ്ശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് നിവേദിതയും ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ ആലത്തൂർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. എന്തായാലും എല്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും വാഹനങ്ങളിലും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടുന്ന് കാണാൻ കഴിയും. കൃത്യം 10:30 ആകുമ്പോൾ പൂർണ്ണമായും ഈ റോഡുകളിലൂടെ ഈ മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. ഇപ്പോൾ തന്നെ പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ VIP-കളുടെ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. മറ്റൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. മറ്റു വഴിക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. സ്ഥിരമായി ബസ്സും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുകൾ നടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒപ്പം തന്നെ പോലീസ് എല്ലാ സ്ഥലത്തും പരിശോധനയുണ്ട്. നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടി 8:30 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 10:30 തന്നെ മോദി തൃശ്ശൂരിൽ ശ്രീകൃഷ്ണ കോളേജിൽ പറന്നിറങ്ങും. അതിനുശേഷമായിരിക്കും 11 മണിയോടുകൂടിയാണ് ഇവിടെ എത്തുക. 11 മണി മുതൽ 12 മണി വരെയാണ് ഇവിടെ പൊതുസമ്മേളനം. 12 മണിക്ക് അദ്ദേഹം തിരിച്ചു പോകും. അതുവരെയാണ് ഇവിടെ പരിപാടികൾ ഉണ്ടാകുക. 1 മണിക്കൂറാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അതിൽ അദ്ദേഹം എത്ര സമയം സംസാരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും പ്രധാനമന്ത്രി ഒരു അരമണിക്കൂർ വരെയൊക്കെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ കഴിഞ്ഞ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വളരെ വിവരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വരും കാലങ്ങളിലുള്ള പ്രവർത്തന രീതികൾ സംബന്ധിച്ചും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി വളരെ വ്യക്തതയോടുകൂടി തന്നെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നു. വിനേഷ്, ഏതൊക്കെ വിഷയങ്ങൾ അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ദേശീയ തലത്തിൽ നിന്നുകൊണ്ടുള്ള
ഒരു പ്രസംഗമാകും ഇന്ന് മോദി നടത്തുക. ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടിടങ്ങളിലേക്കുള്ള തൃശ്ശൂരിലെയും ആലത്തൂരിലെയും വോട്ടർമാർ ഈ പ്രസംഗം അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കുന്നംകുളം. അവിടെ സ്ത്രീകളൊക്കെ വേദിക അകത്താണ് ഡാനി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ സ്ത്രീകളൊക്കെ നേരത്തെ തന്നെ എത്തി സ്ഥലം പിടിച്ചിരിക്കുന്നത് കാണാം. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. എന്താണ് അവിടെ തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, വലിയ രീതിയിലൊരു ആവേശം തുടക്കം മുതൽ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ കാണാം. കാരണം ഇവിടേക്ക് ഈ വേദിയിലേക്ക്, കുന്നംകുളത്തെ ഈ വേദിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ, പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ കൂടുതലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ്, വനിതാ പ്രവർത്തകരാണ് കൂടുതലായി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് എത്തും. അതുകൊണ്ട് ഈ വരുന്ന തൃശ്ശൂർ പ്രതിദാനം ചെയ്യുന്ന സമീപ മണ്ഡലങ്ങളിലെ എല്ലാവരെയും തന്നെ പ്രവർത്തകരെ കൂടുതൽ ഒരു പങ്കാളിത്തത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവരുടെ ഒരു പ്രതികരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, എവിടെ നിന്ന് എത്തുന്നത്? മുള്ളൂർക്കര, വടക്കഞ്ചേരി. എങ്ങനെയാണ് ഈ ഒരു വലിയ ആവേശത്തിലാണോ? വലിയ ആവേശം. മോദി പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിനേഷ് കുമാർ വേദിക്ക് പുറത്തും ഡാനി പോൾ വേദിക്കകത്തും ഉണ്ട്. അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങൾ തേടുകയാണ് ഡാനി പോൾ. വിനേഷിലേക്ക് പോയ ശേഷം ഞാൻ ഡാനിയിലേക്ക് മടങ്ങിയെത്താം. വിനേഷ്, നമുക്ക് പുറത്തുനിന്നും നിരവധി ആളുകൾ, മോദി പ്രധാനമായും പറയുന്ന യുവാക്കളുടെ ഒരു വലിയ നിര എപ്പോഴും മോദിയുടെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒപ്പം വനിതകൾ. ഈ 2 വിഭാഗങ്ങൾക്കും വലിയ പ്രാധാന്യവും പ്രകടന പത്രികകളിലടക്കം BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എത്രത്തോളം പങ്കാളിത്തം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുന്നംകുളത്ത്? ഇപ്പോൾ കുന്നംകുളത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 10:30 പൊതുപരിപാടി ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡാനി റിപ്പോർട്ട് ചെയ്ത പ്രകാരം 5 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ സാഹചര്യത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം നമുക്കവിടെ മോദിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒരു വലിയ പങ്കാളിത്തം എപ്പോഴും മോദിയുടെ പരിപാടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കുന്നംകുളത്തേക്ക് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ, അവരുടെ ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? അശ്വതി, ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 8:30 കൂടി തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പല ഭാഗങ്ങൾ, അതായത് പ്രധാനമായും ഈ സ്ഥലങ്ങളിൽ ഇത് 3 മണ്ഡലങ്ങളുടെ ഒരു 3 മണ്ഡലങ്ങളും ഈ അടുത്തടുത്ത സ്ഥലങ്ങളിലാണുള്ളത്. അതായത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഇതുമായി അടുത്തുള്ളതാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധമുള്ള സ്ഥലമാണ്. ഈ 3 സ്ഥലങ്ങളും കൂടെ ചേരുന്ന ഒരു സ്ഥലം ആണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് വേണ്ടി, പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. എന്തായാലും ആളുകൾ രാവിലെ മുതൽ തന്നെ 8:30 കൂടി തന്നെ പരമാവധി 10 മണിക്കകം തന്നെ ആളുകൾ പൂർണ്ണമായും ഇതിൻ്റെ അകത്ത് കയറിയിരിക്കണം എന്ന് സുരക്ഷാ ചുമതലയുള്ള SPGയും അതുപോലെ തന്നെ പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരും അണികളും അതുപോലെ തന്നെ ഉള്ള ആളുകളെല്ലാം തന്നെ, പ്രധാനമന്ത്രിയെ കാണാൻ വരുന്നവരെല്ലാം തന്നെ നേരത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ 10 മണിയോടുകൂടി തന്നെ കയറിയിരിക്കണം, ഇതിനകത്ത് കയറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു 8:30 കൂടി തന്നെ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും ഈ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ ഏകദേശം ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
നമുക്കറിയാം, അത് അശ്വതി ചോദിച്ച പോലെ തന്നെ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന ഒന്ന് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം. തീർച്ചയായും അത് ഓരോ വേദികളിലും കൃത്യമായി തന്നെ അതിന്റെ രാഷ്ട്രീയം പറയാൻ പ്രധാനമന്ത്രി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രകടന പത്രിക കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു സ്ഥലം കേരളമാണ്. ആ കേരളത്തിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായി തന്നെ അതിന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം പ്രധാനമന്ത്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പ്രധാനമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധ പരിപാടികളും മറ്റും നടന്നതാണ്. CA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അതിനെന്തെങ്കിലും മറുപടി പ്രധാനമന്ത്രി പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിൽ BJPക്ക്, പ്രത്യേകിച്ച് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ വളർച്ചയുടെ ഘട്ടം ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ BJPക്ക് അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരമാവധി മുതലെടുക്കുക. അതിന് പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ ഇപ്പോൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണമൊന്നും നിലവിലെ സാഹചര്യത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഉണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരാനുള്ള ഒരു സാധ്യത മറ്റൊരു തരത്തിലുള്ള, നമുക്കറിയാം സംസ്ഥാന നേതൃത്വത്തിന്റെ ആയാലും BJPയിൽ വിഭാഗീയത ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമിത്ഷായുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും ഒക്കെ ഒരു ഇടപെടൽ എന്തായാലും കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വം അറിയുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലൊരു നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ TN സരസുവിന്റെ ആണെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് അവർ സ്ഥാനാർത്ഥിയാവുന്നത്. ഒപ്പം തന്നെ പൊന്നാനിയിലാണെങ്കിൽ പൊന്നാനി സ്ഥാനാർത്ഥി സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ പട്ടികയിലുള്ളതാണ് അഡ്വക്കേറ്റ് നിവേദിത. ഏതായാലും ഈ 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. അതിൽ പ്രകടന പത്രിക, സ്ത്രീകളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, 50% സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് അത് എത്രത്തോളം ഗുണകരമാവും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ആളുകളുമായി ആശയവിനിമയം നടത്തും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ അങ്ങനെ സംസാരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വിനേഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാനി പോൾ കൂടി ചേരുന്നു. ഡാനി അകത്താണുള്ളത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഏതൊക്കെ നേതാക്കളാണ്, പ്രമുഖരാണ് അവിടെ ഉള്ളത്? വേദിയിൽ ആരൊക്കെ സംസാരിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് വിവരമുണ്ടോ? അശ്വതി, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തും. അതായത് മധ്യ കേരളം കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു നേതാക്കളും വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ വലിയൊരു ആവേശത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു. കാരണം ഇത് 5 മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്യുന്നു. 5 മണ്ഡലം ഇവിടേക്ക് എത്തിച്ചേരും. സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ആലത്തൂരിൽ നിന്ന് VN സരസുവും, ഒപ്പം തന്നെ പൊന്നാനിയിൽ നിന്ന് ഇനിത സുബ്രഹ്മണ്യൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. ഒപ്പം തന്നെ മലപ്പുറത്തെയും ചാലക്കുടിയിലെയും NDA സ്ഥാനാർത്ഥികൾ കൂടി ഇവിടേക്ക് വരുന്നു. അങ്ങനെ ഈ മേഖലയിൽ ഇവിടെ അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ പ്രവർത്തകരിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള 11 ദിവസം വലിയ ആവേശവും ഊർജ്ജവും എല്ലാം അത് സമ്മാനിക്കും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. ആ ദിവസങ്ങളിലേക്ക് പ്രവർത്തകരെ പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ആവേശം എത്തിക്കുക, കൂടുതൽ പ്രവർത്തകരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക, കൂടുതൽ പേരെ NDA ഉയർത്തുന്ന ആശയങ്ങൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരോട് അഭിസംബോധന ചെയ്യുമ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രകടന പത്രികയിലടക്കം കാട്ടിയ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നിവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, നമുക്കറിയാം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇവിടേക്ക് വരികയും ഒപ്പം
വളരെ സ്പെസിഫിക്കായി ആ കരുവന്നൂർ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും പിന്നീട് ആ കരുവന്നൂർ വിഷയം അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും എല്ലാം തന്നെ ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഇഡിയുടെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു മൂർധന്യത തന്നെയാണ് അദ്ദേഹവും ഇവിടേക്ക് വരുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരു അഡ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും തന്നെയും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം പ്രവർത്തകരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരും അദ്ദേഹത്തെ കാണുന്നതിൽ വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കഴിഞ്ഞിടെ ഉണ്ടായ സന്ദർശനങ്ങളെല്ലാം തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ളൊരു കാര്യങ്ങളിൽ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം അത് വലുതായിരുന്നു. വലിയ ആവേശത്തിലേക്കാണ് ഈ റോഡ് ഷോ അടക്കം മാറിയത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു രീതിയിൽ റോഡ് ഷോ എന്ന രീതിയിലേക്ക് ഒരു അനൗൺസ്മെന്റ് അത് അത്തരമൊരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൂടിയും അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന വഴികളിൽ ഇരുവശവും പ്രവർത്തകർ അവിടെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കടന്നു പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്ന ഒരു സമയത്ത് അവരുടെ തന്നെ ഒരു താരപ്രചാരകൻ ഇവിടേക്ക് വരുന്നു എന്നതാണ് അതാണ് അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നൽകുന്ന ആവേശം അത് വലുത് തന്നെയാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം വേദിയിലുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് ഇതിന് ശേഷം മോദി എത്തുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കാട്ടാക്കടയിലാണ് പൊതുസമ്മേളനം ത്തിനായുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, കാട്ടാക്കടയിലേക്ക് മോദി എത്തുമ്പോൾ വളരെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമൊക്കെ. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചാ വിഷയമാവുക? ഇന്ന് രാഹുൽ ഗാന്ധിയും കേരളത്തിലുണ്ട്, ഇടത് ദേശീയ നേതാക്കളുണ്ട്. അത്തരത്തിൽ ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു ദിവസം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അശ്വതി, ഈ വർഷം തുടങ്ങിയ ശേഷം തന്നെ ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ 2ാമത്തെ സന്ദർശനമാണ് തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് അശ്വതി പറഞ്ഞതുപോലെ തന്നെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ക്യാമ്പയിൻ അതിന്റെ ഭാഗമായാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ക്രിസ്ത്യൻ കോളേജിന് മുന്നിലാണ് ഉള്ളത്. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ SPGയുടെ അടക്കമുള്ള അംഗങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഒരാഴ്ചയിൽ കൂടുതലായി ഈ സുരക്ഷയുടെ മുന്നൊരുക്കങ്ങളുണ്ട്. കേരള പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ഈ നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ വരവ് അത് വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, ആ ജാഗ്രതാ നടപടികൾ അതെല്ലാം ഉള്ളപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് അദ്ദേഹം വരുന്ന ഇന്നത്തെ ഈ വേദിയുടെ പ്രത്യേകത തന്നെയാണ്. അത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, അതായത് പ്രധാനമന്ത്രി നേരത്തെയൊക്കെയും തിരുവനന്തപുരത്ത് എത്തിയാൽ അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം തന്നെ നഗര കേന്ദ്രീകൃതമായാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലോ മറ്റോ ഒക്കെയാണ് ആ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പൊതുയോഗത്തിൽ വരുമ്പോൾ ആറ്റിങ്ങൽ ടൗണിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പരിപാടി എന്നതിനപ്പുറത്തേക്ക് കാട്ടാക്കടയിലേക്ക് വരികയാണ്. കാട്ടാക്കട നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് വരുമ്പോൾ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയോര മേഖല, കർഷക ജനത, പിന്നാക്ക വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് വോട്ടർമാരിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് BJP രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്നതും. തങ്ങളുടെ പ്രധാനമന്ത്രി തങ്ങളുടെ നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രതീതി അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചരണമായി മാറുന്നതും. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെയും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്, മലയോര മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കഴിഞ്ഞ ദിവസം നടി ശോഭന വാർത്താസമ്മേളനം നടത്തുകയും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൂടുതൽ സുപരിചിതമായ മുഖങ്ങൾ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എത്തുമെന്ന് പാർട്ടി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് മറ്റൊരു നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം ശശി തരൂരിന് വലിയ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങൾ എന്നത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മണ്ഡലങ്ങൾ കോൺഗ്രസിന് പരമ്പരാഗതമായി വലിയ വോട്ടുകൾ സമ്മാനിക്കുന്ന മണ്ഡലങ്ങളാണ്. 4 അസംബ്ലി മണ്ഡലങ്ങളിൽ
BJP ഒന്നാമതെത്തിയ ചരിത്രം. അവിടെയും ശശി തരൂരിനെ വിജയിപ്പിച്ചത് ഈ 3 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമായിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു മേഖല കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവിടേക്കൊരു വേദി മാറ്റുമ്പോൾ നാടാർ വോട്ടുകൾ അത് വളരെ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഈ മേഖലകൾ, ഈ മണ്ഡലങ്ങൾ, നെയ്യാറ്റിൻകര, പാറശാല, കോവളം എന്നത് നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. തീരദേശത്തെ വോട്ടുകൾ, LC വോട്ടുകൾ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള, അതായത് ആറ്റിങ്ങലിന്റെ ഭാഗം വർക്കല വരെയുള്ള ആ ഒരു മേഖലയിൽ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള പ്രചരണം LC മേഖലയിൽ നടത്തുന്നുണ്ട്, ലത്തീൻ മേഖലയിൽ നടത്തുന്നുണ്ട്. സമാന്തരമായി തന്നെ ഈ നാടാർ മേഖലയിലെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന വലിയ ലക്ഷ്യം, CSI സഭയെ ഒപ്പം ചേർക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം, ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒരു വേദി തിരഞ്ഞെടുക്കുന്നതിലെ പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ വിജയം BJP A+ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ 2 സ്ഥാനാർത്ഥികളും വി മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഈ വേദിയിലുണ്ടാകും. മറ്റ് സാമുദായിക നേതാക്കളുടെ സാന്നിധ്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ്, 1:30 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുക. ഇവിടെ ഒരുക്കങ്ങൾ, ഈ പൊതുസമ്മേളനം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും, പാർട്ടി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളെ കൂടി പരമാവധി പങ്കെടുപ്പിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ BJP നേതൃത്വം, ജില്ലാ നേതൃത്വം കൈക്കൊണ്ടിരുന്നു. ആ നിലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാത്തിരിക്കുന്നത്. വിനോദ്, നമുക്കറിയാം ഇന്ന് വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ചയാണ്, ആഴ്ചയുടെ തുടക്കമാണ്, തിരക്കുള്ള സമയമാണ് 9:30. ഈ ഗതാഗത നിയന്ത്രണമൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണോ? പ്രത്യേകിച്ച് ഉച്ചയ്ക്കാണ് അങ്ങോട്ടേക്ക് അദ്ദേഹം എത്തുന്നത് എന്ന് പറയുമ്പോഴും ഈ കാട്ടാക്കട അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗതാഗത നിയന്ത്രണം, അത് സംബന്ധിച്ചുകൂടി പ്രേക്ഷകരുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാമോ? 10 മണിക്ക് ശേഷം വലിയ തോതിലുള്ള നിയന്ത്രണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കോളേജിന് മുന്നിലാണ് നമ്മളുള്ളത്. വാഹനങ്ങൾ പോകുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നിയന്ത്രണങ്ങൾ വരും. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണം വരും. സമീപത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഹെലിപ്പാഡിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്ക് എത്തുന്നത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ടൗണിലടക്കം, കാട്ടാക്കട ടൗണിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ ഗതാഗത നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ റൂറൽ മേഖലയാണ്, നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇത് തിരുവനന്തപുരം പോലീസിനെ സംബന്ധിച്ച് റൂറൽ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. റൂറൽ SP കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളുടെ സാന്നിധ്യം അത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ആകമാനമുണ്ട്. ആ നിലയ്ക്കാണ് പ്രധാനമന്ത്രി എത്തുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അമിത്ഷാ തക്കലയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുഖങ്ങൾ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം അതും വളരെ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹം വരുമ്പോൾ കൃത്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് കൂടിയുള്ള പ്രസംഗങ്ങൾ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് എതിർ രാഷ്ട്രീയ പാർട്ടികളെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ കടുത്ത ഭാഷ ഉപയോഗിക്കും. കാരണം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് അതിന്റെ ഫൈനൽ ലാപ്പിലേക്ക് പോവുകയാണ്. മോഡി എന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ, പ്രധാനമന്ത്രി എന്നതിനപ്പുറം കൃത്യമായി ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് ഇന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത്. വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിനെതിരെ ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട്, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അക്കൗണ്ടിൽ പെടാത്ത തുക എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയുടെ കൂടി അനുമതിയോടുകൂടി ഈ അന്വേഷണങ്ങൾ തുടരുന്നു എന്ന വാദം BJP ഉന്നയിക്കുന്നു. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ വേട്ട എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും CPM-ഉം മറ്റ് പാർട്ടികളും ഇടതു പാർട്ടികളും അടക്കമുള്ള രാജ്യത്ത് പ്രതിപക്ഷത്തുള്ള മറ്റ് പാർട്ടികൾ അടക്കമുള്ളവർ BJPക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ്, എതിരാളികളെ നിലം പരിശാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയാകും ഇന്ന് പ്രധാനമന്ത്രി നടത്തുക എന്ന പ്രതീക്ഷയാണുള്ളത്. ശരി, എന്തായാലും 2 സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രിക്ക് ഇന്ന് പൊതുപരിപാടികളുള്ളത്. ഒന്ന് കാട്ടാക്കടയിലും മറ്റൊന്ന് ആലത്തൂരിലെ കുന്നംകുളത്തും, ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും. അപ്പോൾ ഈ 2 പരിപാടി
പടികളും ഏകദേശം 4 മണിയോടുകൂടി പൂർത്തിയാക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. റോഡ് ഷോ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇരുവശങ്ങളിലും മോദിയെ കാണാനായി കാത്തു നിൽക്കുന്നവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ വാഹനത്തിന് പുറത്തിറങ്ങി കൈവീശുകയോ മറ്റോ ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തുന്നു എന്നുള്ളതാണ്. 2ാം ഘട്ട പ്രചരണം തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി. 6 പരിപാടികളാണ് ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കുള്ളത്. അവിടെ നിന്നും CV അനുമോദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ്, രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുമ്പോഴും വരാതിരിക്കുമ്പോഴും അത് വലിയ വാർത്തയാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ 6 പരിപാടികളാണ് ഉള്ളത്. അതായത് ഓടി നടക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക്. എവിടെയൊക്കെയാണ് പരിപാടികൾ? എങ്ങനെയാണ് വയനാട് കാത്തിരിക്കുന്നത്? അശ്വതി, രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ വയനാട്ടിൽ എത്തും എന്നാണ് നമുക്കറിയുന്നത്. അദ്ദേഹം ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ താളൂരിലാണ്. അവിടെ അദ്ദേഹം തോട്ടം തൊഴിലാളികളുമായി സംവാദമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തുന്നത്. 10:40 ഞാനിപ്പോൾ നിൽക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക. അതിനുശേഷം പുൽപ്പള്ളി, പിന്നീട് മാനന്തവാടി ബിഷപ്പ് ഹൌസിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പടിഞ്ഞാറത്തറയാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ പരിപാടി. ശ്രീ രാജു പി നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുലിന്റെ ഈ ഒരു വരവ് വയനാടിന്റെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും അദ്ദേഹത്തിന്റെ റോഡ് ഷോ അല്ലെങ്കിൽ സംവാദം അല്ലേ? തീർച്ചയായിട്ടും 7 നിയോജക മണ്ഡലങ്ങളും 2 ദിവസം കൊണ്ട് എത്തുന്ന രീതിയിലാണ് പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്യുക. അതിനിടയ്ക്ക് ബിഷപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ കാണും. അപ്പോൾ വലിയ രീതിയിൽ ഒരു 2 ദിവസം കൊണ്ട് വയനാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ മാറ്റിമറിക്കുന്ന ഒരു സന്ദർശനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ തവണ കൽപ്പറ്റയിലെ റോഡ് ഷോ അത് UDFന്റെ ഒരു ശക്തി പ്രകടനമായിട്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. UDFന്റെ വയനാട്ടിലെ ശക്തി പ്രത്യേകിച്ച് ഒരു പ്രകടനം നടത്തി തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതിന് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രചരണം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 5 വർഷം കൊണ്ട് അദ്ദേഹം വരുമ്പോൾ മുഴുവൻ ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തനം നടത്തിയതിന്റെ കരുത്തോടു കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് വയനാട് പ്രത്യേകിച്ചൊരു ശക്തി പ്രകടനത്തിന് കാര്യമില്ല. പക്ഷെ പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും വികാരം എന്ന് പ്രകടമാണ്. അതിനകത്ത് സംശയമില്ല. ഈ രാജ്യത്ത് ഒരു BJPയുടെ സർക്കാർ മാറി ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു ജനമാണ്. അവിടെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം വയനാട് നടക്കുക. ഇവിടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലെ കാര്യങ്ങൾ, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എല്ലാം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാണ്. അപ്പൊ അതായ പ്രാധാന്യത്തോടുകൂടി തന്നെ വയനാടിലെ ഈ സന്ദർശനം ചർച്ച ചെയ്യപ്പെടും. പ്രവർത്തകർ അത് വലിയ ഒരു ഉത്സവമാക്കി തന്നെ മാറ്റും. സാധാരണഗതിയിലെ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കാറില്ല എവിടെയും. അതൊരു രാഷ്ട്രീയ മര്യാദ എന്ന് അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപൂർവമായിട്ട് അദ്ദേഹം വിമർശിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇടതുപക്ഷം നിശ്ചിതമായിട്ട് രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു സാഹചര്യം. മറുവശത്ത് BJP ആണെങ്കിലും ഇതേ നിലപാട് തന്നെയാണുള്ളത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോക്കിടെ അദ്ദേഹം ജനങ്ങളുമായി ആശയസംവാദം ഉണ്ടാകുമോ? അത്തരത്തിലൊരു പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെ, തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിന്റെ നറേറ്റീവ് എന്താണെന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് സെറ്റ് ചെയ്തത്. 2.5 മാസക്കാലം നീണ്ട ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വർഗീയതയല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയുമാണ് എന്നുള്ള അജണ്ട സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന സർവേകൾ ഉൾപ്പെടെ തെളിയിക്കുന്നത് വർഗീയമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ കൂടുതൽ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ച് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുമ്പോൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. പോകുന്ന വഴികളിലെല്ലാം ജനങ്ങളോട് സംവദിക്കുന്നത് അതാണ്. ആദിവാസി സമൂഹം ഉൾപ്പെടെ, ദളിത് സമൂഹം ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവകാശമില്ലാതെ, ഒരു പങ്കാളിത്തവുമില്ലാതെ തഴയപ്പെടുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നീതി നിഷേധം ചർച്ച ചെയ്യപ്പെടും. സാമൂഹിക നീതി നിഷേധം ചർച്ച, അതെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ അത് ഓരോരുത്തരുടെയും മര്യാദയാണ്. അപ്പൊ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വെച്ച് നമ്മൾ നമ്മുടെ മര്യാദ വിടില്ലല്ലോ. അപ്പൊ നമ്മുടെ മര്യാദക്കനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ. ഷെഡ്യൂൾ എങ്ങനെ അവസാന ഘട്ടത്തിലുള്ള ഇതിപ്പോ രാവിലെ ഇവിടെ നിന്ന് തുടങ്ങി പുൽപ്പള്ളി മുതൽ നമുക്കറിയാം പോയിന്റുകൾ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് വെച്ച് ശ്രീ MK രാഘവന്റെ ഉൾപ്പെടെ UDFന്റെ വലിയ റാലിയുണ്ട്. അപ്പൊ അദ്ദേഹം വൈകുന്നേരം അവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോകും. ഇന്ന് കോഴിക്കോട് അദ്ദേഹം തങ്ങും. നാളെ രാവിലെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ 2ാം ഘട്ടം നാളെ രാവിലെ ആരംഭിക്കും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
രാഹുൽ ഗാന്ധി ഇവിടെ 10:30 എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം താളൂരിൽ എത്തിയിട്ടില്ല. താളൂരിൽ അദ്ദേഹം അരമണിക്കൂറോളം ചെലവഴിക്കും. അവിടെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അതിനുശേഷം റോഡ് മാർഗമാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തുന്നത്. ഏകദേശം അരമണിക്കൂർ സമയം താളൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വേണ്ടതുണ്ട്. പിന്നീട് ഓരോ റോഡ് ഷോയ്ക്കും 3/4 മണിക്കൂറോളം സമയമെടുക്കും. കാരണം 1 കിലോമീറ്റർ ദൈർഘ്യം ഈ റോഡ് ഷോയ്ക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ആ റോഡ് ഷോ സമാപിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അവസാന പോയിന്റിൽ വെച്ച് അദ്ദേഹം വോട്ടർമാരുമായി സംസാരിക്കും. ഉച്ചയ്ക്കാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് അദ്ദേഹം മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ പോകുന്നുണ്ട്. അവിടെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവിടെ നടത്തിയ അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം അവിടെ നിന്നാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് കേൾക്കുവാൻ കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ജനത. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമോ അതോ ദേശീയ തലത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാവും അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാണെങ്കിലും 10:40 അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചേരുക എന്നതാണ് മോദിയും രാഹുലും ഇന്ന് തന്നെ കേരളത്തിലുണ്ട് എന്നുള്ളതും ഒരു കൗതുകമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ മോദിക്കെതിരെയുള്ള കടുത്ത വിമർശനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലേ? തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രസംഗങ്ങളിലെല്ലാം ആവർത്തിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം എപ്പോഴും വിമർശനങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം അദ്ദേഹം വിമർശനം ഉയർത്താറില്ല. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് ഈ റോഡ് ഷോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് അവസാനം 5 മിനിറ്റോളം മാത്രമായിരിക്കും അദ്ദേഹം സംസാരിക്കുക എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസംഗം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDFന്റെ റാലിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളനമാണ് കോഴിക്കോട് ഇന്ന് വൈകുന്നേരം ചേരാൻ പോകുന്നത്. ഒരുപക്ഷെ രാഹുലിന്റെ ദൈർഘ്യമേറിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിശദമായ പ്രസംഗം ഇന്ന് വൈകുന്നേരം കോഴിക്കോടാകും ഉണ്ടാവുക. ഇന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോയുടെ സമാപനത്തിൽ എല്ലാ മണ്ഡലങ്ങളും അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ വലിയ രാഷ്ട്രീയ പ്രസംഗമാകാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ, വയനാട്ടിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത ഊന്നിക്കൊണ്ടുള്ള പ്രസംഗമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുക എന്ന് ഉറപ്പാണ്. എന്നാണെങ്കിലും അദ്ദേഹം 10:40 സുൽത്താൻ ബത്തേരിയിലെത്തും. 11:30 സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോ സമാപിക്കുക എന്നാണ് അറിയാനാകുന്നത്. നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും വൈകിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം താളൂരിലാണ് ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ താളൂരിൽ എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹം താളൂരിൽ ചോപ്പറിൽ വന്നിറങ്ങും എന്നാണ് നമുക്ക് അറിയുന്നത്. എന്നാണെങ്കിലും ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. പ്രവർത്തകരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ അസംഷൻ കോളേജിന് മുമ്പിൽ വെച്ചാണ് രാഹുലിന്റെ റോഡ് ഷോ തുടങ്ങുന്നത്. ഇവരൊക്കെ എല്ലാവരും രാഹുലിന്റെ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയവരാണോ നിങ്ങളൊക്കെ? നിങ്ങൾ വയനാട്ടുകാരെന്ന നിലയിൽ എന്താണ് രാഹുലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. എല്ലാവരും പറയുന്നത് രാഹുൽ എപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല, ആവശ്യത്തിന് വരും, അങ്ങനെ ആരോ ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ആക്ഷേപമില്ല. ദേശീയ നേതാവല്ലേ, അപ്പൊ ആ രൂപത്തിൽ തന്നെ വരാനേ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാനുള്ളൂ. ഇന്ത്യ ഫുള്ളായിട്ട് ഓടി നടക്കുന്ന ഒരു നേതാവെന്ന നിലയ്ക്കും പിന്നെ അവരുടെ പൂർവികന്മാർ മുതൽ അവരുടെ സ്ഥിതി നമുക്കറിയാം. 3 പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന വീട്ടിൽ വരുന്നതാണ്. ഒരു നയാ പൈസയുടെ കളവ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യസന്ധതയ്ക്ക് ഒരു കുറവും വരില്ല. ബാക്കിയുള്ളവർ പറയുന്ന മാതിരി ദിവസം ഇവിടെ വന്നു നിന്നിട്ട് ഈ മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരു നേതാവല്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇന്ത്യക്ക് ഫുള്ളായിട്ട് കിട്ടണം. ഓടി നടക്കുന്നുണ്ട്, ചെയ്യും കാര്യങ്ങൾ. ശക്തമായ ഒരു നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം വേണ്ട സമയത്തൊക്കെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ഇവിടെ എത്താത്തതിൻ്റെ കുഴപ്പം ഇവിടുത്തെ ജനങ്ങൾക്കില്ല, രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുമായിരിക്കും. അതിന് മരുന്നൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നാഞ്ചൻകോട് റെയിൽവേയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ 15 ലക്ഷം രൂപ ആന ചവിട്ടിക്കൊന്നപ്പോൾ അദ്ദേഹം കൊടുത്തപ്പോൾ അതിനെ വിമർശിച്ചവരാണ് ഇന്ന് വന്നിട്ട് വലിയ യോഗ്യതയോടെ സംസാരിക്കുന്നത്. ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ഇന്ന് വിജയിച്ചു പോകുന്നത് ഉറപ്പാണ്. ഈ രാഹുല് വരുമ്പോഴൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ടോ നിങ്ങളൊക്കെ? കാണാൻ ശ്രമിക്കാൻ എല്ലാ റോഡ് ഷോയ്ക്കും കഴിഞ്ഞ കൽപ്പറ്റത്തെ റോഡ് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. വൻ ജനക്കൂട്ടമായിരുന്നു. നിങ്ങൾ വളരെ നേരത്തെ രാഹുൽ 10:30 പറയുന്നത്. ആയിക്കോട്ടെ, ഞങ്ങള് രാഹുൽ എപ്പോ വന്നാലും നമ്മളെല്ലാവരും മുൻനിരയിലുണ്ടാവും.
നമ്മുടെ വയനാടിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. എതിർ പാർട്ടി പല തെറ്റായ വഴികളിലൂടെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ ആന ചവിട്ടി കൊന്നപ്പോഴും ജനങ്ങളുടെ കൂടെ നിന്നപ്പോഴും റോഡിന്റെ പ്രശ്നങ്ങളായും പൊതുവായ പ്രവർത്തനങ്ങളായും എല്ലാ സമയത്തും രാഹുൽ ഗാന്ധി ഇവിടെ വേണ്ട സമയത്ത് കൃത്യമായിട്ടുണ്ടാകും. അതാണ് രാഹുലിനെ കുറിച്ച് ഇവിടെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് ഇവർ UDFന്റെ അണികളാണ് എങ്കിലും അവരുടെ വികാരം, അവരുടെ അഭിപ്രായം അവർ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. നമുക്കെന്നാണെങ്കിലും അല്പസമയത്തിനകം ഇവിടേക്ക് തിരിച്ചെത്താം. 10:40 അദ്ദേഹത്തിന്റെ സുൽത്താൻബത്തേരിയിലെ റോഡ് ഷോ ആരംഭിക്കുക. അതിനു മുൻപ് അദ്ദേഹം താളൂരിൽ തോട്ടം തൊഴിലാളികളുമായിട്ടുള്ള സംവാദം തീർച്ചയായും. എന്തായാലും അതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കുന്നംകുളത്തും പൊതുപരിപാടിയിൽ പങ്കെടുക്കും. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ഇടവേള. ഗോകുലത്തിൽ എറണാകുളത്ത് റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്താണ് രവിപുരം റോഡിൽ വടം കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. പോലീസിനെതിരെ മരിച്ച മനോജ് ഉണ്ണിയുടെ സഹോദരിയുടെ കുടുംബം രംഗത്തുവന്നു. പോലീസ് റോഡിന് കുറുകെ വടം കെട്ടിയത് കാണുന്ന വിധമായിരുന്നില്ലെന്ന് സഹോദരി ചിപ്പി പറഞ്ഞു. എന്നാൽ കൈ കാണിച്ചെങ്കിലും മനോജ് വാഹനം നിർത്തിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയായിരുന്നു പനമ്പള്ളി ഭാഗത്തു നിന്നും രവിപുരത്തേക്ക് വന്നുകൊണ്ടിരുന്ന മനോജിന്റെ കഴുത്തിൽ വടം കുരുങ്ങി ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ പ്രധാനമന്ത്രി എറണാകുളത്ത് കൊച്ചിയിലെത്തിയതിനാൽ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം അടച്ചിരുന്നു, ഗതാഗതം നിരോധിച്ചിരുന്നു. പക്ഷേ ഇതറിയാതെയായിരുന്നു മനോജ് ഈ ഭാഗത്തേക്ക് വന്നത്. കുറുകെ വടം വച്ചിരുന്നു. അവിടുത്തെയുള്ള റോഡ് മാർഗം, അതായത് ഗതാഗതങ്ങളെല്ലാം തടസ്സപ്പെടുത്തി പോലീസും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് മനോജിന്റെ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. വണ്ടി നിർത്താതെ പോയാണ് ഈ വടം കെട്ടിയ ഭാഗത്തേക്ക് പോയി വടം കഴുത്തിൽ കുരുങ്ങുകയും ശ്വാസകോശത്തിന്റെ ഭാഗങ്ങളിൽ ശക്തമായി വടം മുറുകി ആണ് പിന്നീട് മനോജ് മരിക്കുകയും ചെയ്തത്. അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. സഹോദരി ഉൾപ്പെടെ ആശുപത്രിയിലെത്തി വിവരം അന്വേഷിച്ചപ്പോഴാണ് പോലീസ് നിർത്താതെ പോയി ശേഷമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് മനോജ് നീങ്ങിയതെന്ന് മനസ്സിലായത്. പക്ഷേ കുടുംബം വലിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്, പോലീസിനെതിരെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത്, ദൃക്സാക്ഷികൾ പറയുന്നത്, ഈ വടം വച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേകിച്ചുള്ളൊരു, അതായത് ഒരു റിബൺ പോലുള്ള എന്തെങ്കിലും ഒരു സാധനം കെട്ടി ഇത് വടം ഉണ്ടെന്ന് അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട്, അത് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തെരുവ് വിളക്കുകളും കൃത്യമായി തന്നെ ഈ വടം വച്ചിരിക്കുന്ന ഭാഗത്ത് റിബണോ മറ്റും കെട്ടി കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം, അതായത് ഒരു ഇൻഡിക്കേഷൻ അവിടെ നൽകിയിരുന്നെങ്കിൽ മനോജിന്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്ന് സഹോദരി ചിപ്പി പറയുന്നു. ഇന്നലെ പ്രൈം മിനിസ്റ്റർ വരുന്നതിന്റെ എന്തുകൊണ്ടൊരു വടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത്, വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതിലേക്ക് ഒരു റിബൺ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആള് വന്നു. അപ്പൊ ആള് വന്നപ്പോ റോഡ് കാലിയായതുകൊണ്ട് ഇത്തിരി സ്പീഡ് എടുത്തിട്ടാണ് വന്നത്. വന്ന് നേരെ കഴുത്തിലടിച്ചുകൊണ്ട് നേരെ ബാക്കോട്ടേക്ക് പോയി. അപ്പൊ അടിച്ചുകൊണ്ടപ്പോ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ആ ഒരു പോർഷൻ ആണെങ്കിലും ഫുള്ള് ഡാമേജ് ആയിരുന്നു. ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു. ഈ കഴുത്ത് ചുറ്റും ഡാമേജ് ആയിരുന്നു. പിന്നെ സർജറിക്ക് കയറ്റിയിരുന്നു. സർജറി ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രെയിൻ ഡെത്ത് ആയി. പിന്നെ കുറച്ച് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1:15 ആയപ്പോഴേക്കും ഡെത്ത്. എന്തായാലും പോലീസ് എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആയിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ചിപ്പിയുടെ സഹോദരനും മരിച്ച മനോജിന്റെ സഹോദരിയും ഒപ്പം അമ്മയും മറ്റു ബന്ധുക്കളും അച്ഛനും അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ ഷോക്കായ ഒരു സംഭവം കൂടിയായിരുന്നു. കാരണം ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി അമ്മ വിളിച്ചതിനെ തുടർന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മനോജ് വണ്ടിയെടുത്ത് പുറപ്പെട്ടത്. അപ്പോഴായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്.
ചെയ്തത്. പോലീസിനെതിരെ വലിയൊരു ആരോപണം കൂടിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. പോലീസ് പറയുന്നത് മനോജ് വണ്ടി നിർത്താതെ പോയി അത് മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് സംശയം ഉയർത്തുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുക. മദ്യനയ അഴിമതി കേസിലെ ED അറസ്റ്റിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി. മാപ്പ് സാക്ഷികളുടെ ആദ്യ മൊഴികൾ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ആവശ്യം. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സൗദി കോടതിയിലെ നടപടികൾ ഇന്ന് തുടങ്ങും. ഈദ് അവധി കഴിഞ്ഞ് തുറക്കുന്ന കോടതിയിൽ രേഖകൾ സമർപ്പിക്കാനാണ് ശ്രമം. 34 കോടി രൂപ ഇന്ത്യൻ എംബസിക്ക് സമർപ്പിക്കുന്നതിനായി നിയമസഹായ കമ്മിറ്റി ബാങ്ക് പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തും. എത്രയും വേഗത്തിൽ തുക കൈമാറുകയാണ് ലക്ഷ്യം. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ധനം